എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ചോദ്യം. ഈ സിനിമയിൽ മീരാനന്ദന്റെ കഥാപാത്രം പ്രേമിക്കുന്നത് ആരെയാണ്? എ ബിജു മേനോൻ, ബി കുഞ്ചാക്ക ബോബൻ, സി മനോജ് കെ ജയൻ. മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. ബിജു മേനോൻ. ബിജു മേനോൻ. ഉത്തരം തെറ്റിപ്പോയി. അദ്ദേഹം പറഞ്ഞതാണ് സി മനോജ് കെ ജയൻ. ഞാൻ അത് പറഞ്ഞില്ലേ, കുഴപ്പമില്ല. പറ്റിയത് പറ്റി. ഇനിയിപ്പോ എന്ത് ചെയ്യും? കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം. ഓൺലൈനിലൊക്കെ ഒരുപാട് പേര് കാണുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ? കാരണം ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ 10-25 വർഷമായിട്ട് മറ്റേ വിശ്വസിക്കരുതടാ, ലോകത്ത് ഒരു പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. ഞാൻ പറഞ്ഞ ഉത്തരം ശരിയാണെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. എങ്കിലും നീ ഇങ്ങനെ ഭയങ്കര കറക്റ്റായിട്ട് കണ്ണിങ്ങായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ. പക്ഷെ ഞാൻ എന്റെ കോൺഫിഡന്റ്, പക്ഷെ സോറി. അപ്പം അത് പോട്ടെ, ഗെയിം അല്ലേ അല്ലേ? അല്ല, ഗെയിമായാലും നമ്മൾ ഒരു ചെറിയ ഇഞ്ച് പോലും വിട്ടു കൊടുക്കരുത് പല അവസ്ഥയിലും. ആ വിട്ടു കൊടുക്കുന്നിടത്ത് നമ്മുടെ തോൽവിയാണ്. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. അതെ സാറേ, ഞങ്ങൾ വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ അങ്ങനെ നമ്മളൊരു ഷോയ്ക്ക് വന്നിരിക്കുന്നല്ലേ, ഇത് ജനം കാണുന്നിടത്ത് ഈ മണ്ടത്തര ഉത്തരവൊക്കെ പറയുമ്പോഴത്തേക്ക് പറയാൻ പാടില്ലായിരുന്നു. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. എനിക്ക് കൺഫ്യൂസ്ഡ് ആയി പോയി. അല്ല, പറയാൻ പറഞ്ഞെങ്കിലും നീ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല സജിന. ഇത് റെക്കോർഡ് ചെയ്യല്ല കേട്ടോ, എനിക്കിത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇതായിട്ടുള്ളൊരു കാര്യമാണ്. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികളും കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ, കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ ഉത്തരം സജിന പറയുകയാണെങ്കിൽ അത് ഒന്നാമത് ചേട്ടൻ്റെ അടുത്ത് ഇരിക്കുകയാണ്, അദ്ദേഹത്തിന് ഒരു ബഹുമാനം കൊടുക്കണം. ഒരു ഉത്തരം ചുമ്മാ എടുത്ത് പറയുകയാണ്, മോശമാണത്. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നേ ഉള്ളൂ. ഏട്ടാ ഞാൻ മറ ചേട്ടേന് അറിയാമോ? അത് പിന്നെ എനിക്ക് അറിയത്തില്ല. അതിനൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഷോയ്ക്ക് വരുമ്പോൾ അതിനൊരു ജെന്യൂനിറ്റി ഉണ്ട്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയാൻ ഭയങ്കര അറിയത്തില്ലെന്നങ്ങ് പറയണം. ഒട്ട ഉത്തരങ്ങളിരുന്ന് പറയുന്നത് ശരിയല്ല. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഈ ഗെയിം ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് തോറ്റത് തന്നെയാണ്. ഞാൻ ഒരു സ്ഥാനത്തിൽ തോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഉത്തരം അറിയാം, എന്നിട്ട് തോൽവിയിലേക്ക് പോകരുത്. നിനക്ക് അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആരെങ്കിലും ഒരാൾ ഇരിക്കും, അല്ലാതെ പിന്നെ ഒരു കാര്യം നീരുന്നു. അല്ല, അങ്ങനെ എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ജന്മത്ത് നന്നാവില്ല കേട്ടോ. വാന്ന് ഇരിക്കെ പറയട്ടെ. എനിക്ക് അറിയാവുന്ന ഉത്തരവായിരുന്നു, അറിയാവുന്ന ഉത്തരവായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഈ തെറ്റായ ഉത്തരം പറഞ്ഞിട്ട് എന്റെ അടുത്തിരിക്കല്ല സാർ, എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. മേലാൽ എന്റെ പൂടിയന്റെ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ എന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പ് ആക്കും.